നമ്മുടെ മുമ്പിലുള്ളത് 5 കളറുള്ള ബോഗൺവില്ലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതൊരു കളറ് മാത്രം വരുന്ന ബോഗൺവില്ല ആണ് കേട്ടോ. അതായത് ഇത് ഒറ്റ കളറ് ബോഗൺവില്ലാണ്. ഇതിലേക്ക് നമ്മൾ മറ്റൊരു കളറ് ബോഗൺവില്ലയുടെ കൊമ്പ് വന്നിട്ട് വീഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിത് വൈറ്റ് ബോഗൺവില്ലയുടെ കൊമ്പാണ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ. അത് റെഡ് ആണ് നമ്മളെ ഈ ബോഗൺവില്ല. അതിലേക്ക് വൈറ്റിൻ്റെ ആണ് വെക്കുന്നത്. വീഗ്രാഫ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അതിന് ആദ്യം മുതൽ ശ്രദ്ധിക്കാനുള്ളത്, ഒരു ബ്ലേഡ് എടുക്കുന്നുണ്ട്. ആ ബ്ലേഡ് പുതിയത് നല്ല ക്ലീനിങ് ഉള്ളതായിരിക്കും. ആ പുതിയ ബ്ലേഡ് നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് കളറിലേക്കാണ് നമ്മൾ വീഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതൊന്ന് വി ഷേപ്പിൽ മുറിച്ചെടുക്കുക അല്ലേ. അതാണ് ഈ വീഗ്രാഫ്റ്റ് എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഇവിടെ അത് ചെത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ വി ഷേപ്പിലാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം കട്ട് ചെയ്ത് ഇതിൻ്റെ സ്കിൻ ഉണ്ടല്ലേ, ആ ഈ 2 മരത്തിൻ്റെ സ്കിന്നുകൾ തമ്മിൽ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് ഉണ്ടാവുള്ളൂ. അത് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റ് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. പ്രത്യേകം ഓർക്കുക, ആദ്യത്തെ ബോഗൺവില്ല റെഡ് ആയിരുന്നു, പുതിയ നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ആണ്. വി ഗ്രാഫ്റ്റിംഗ് എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. വി ഗ്രാഫ്റ്റ് എന്നുള്ള പേര് പറയാൻ കാരണം കണ്ടല്ലോ, വി ഷേപ്പിലാണ് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നു. ഈ ചുറ്റി കൊടുക്കുന്നത് ഗ്രാഫ്റ്റിംഗ് ടാപ്പാണ് കേട്ടോ. പ്രത്യേകം ഈ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാപ്പാണ്. ജസ്റ്റ് അന്ന് മുകളിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് അതിനുള്ളിൽ നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടില്ല. കറക്റ്റ് സ്കിന്നെ ഇറക്കി കൊടുത്തിട്ട് ആ ഒരു ടാപ്പ് വെച്ച് ചുറ്റി കൊടുത്തു. അടുത്തൊരു പ്രോസസ്സ് എന്നുള്ളത് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഇലകൾ പൂകൾ എല്ലാം കട്ട് ചെയ്ത് കൊമ്പ് മാത്രമാക്കി വെക്കണം. എന്നിട്ട് 1 മാസമാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരാനുള്ള ടൈം ഉള്ളത്. 1 മാസം കഴിഞ്ഞാൽ ഇത് തളിർത്തി വരുന്നുള്ളതാണ്. അടുത്തായിട്ടുള്ള ഒരു കവർ എടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യണം. അല്ലേ, വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മൾ അത് ഫുള്ളായിട്ട് മൂടിയിട്ട് ആ ഒരു ടാപ്പ് വെച്ച് തന്നെ കെട്ടുകയാണ്. ഈ കെട്ടിയത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി തളിർത്തി വരുന്നത് കാണുമ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യുക. അതിൻ്റെ അർത്ഥം അത് സക്സസ് ആയി എന്നുള്ളതാണ്. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇത് വെയിലത്തൊന്നും വെക്കരുത്. നമുക്ക് തണുത്ത് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ശരിക്കൊന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് കാണുന്നത് ബോൺസായി ടൈപ്പ് ബോഗൺവില്ലാണ്. ഒരു 4-5 വർഷത്തോളം പഴക്കമുള്ള ചെറിയൊരു ചട്ടിയിൽ ഈ ഒരു ഹൈറ്റ് കാണുന്നുള്ളൂ കേട്ടോ. ഒരു വലിയൊരു മരത്തിൻ്റെ ഫീലുണ്ട്. ബോൺസായി ടൈപ്പാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരുപാട് പൂവുകളുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ സ്ഥലം വരുന്നത് മലപ്പുറം ഉതുക്കുങ്ങലിലെ കുഴിപ്പുറം എന്ന സ്ഥലത്താണ്. ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ വരുന്നുണ്ടെന്ന് മൂപ്പര് പറഞ്ഞു. ഇത് വീട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ആട്ടേരി പാടത്താണ്. ആട്ടേരി കുഴിപ്പുറം കോട്ടക്കൽ റോഡാണ് കാണുന്നത്. ആട്ടേരി പാടത്ത് നടുവിലായിട്ട് അദ്ദേഹം ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൺവില്ല ഉണ്ട്. കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന ഒരു സ്ഥിരം സ്ഥലമാണ് ഈ ഒരു ബോഗൺവില്ല. കണ്ടില്ലേ, പാടത്തിൻ്റെ നടുവിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനെ ചാരിയിട്ട് ഒരു വലിയൊരു മരം തന്നെ പറയാം, മരം കുഴിച്ചിട്ട് അതിൻ്റെ 2 കൊമ്പുകൾ പിണഞ്ഞ് മുകളിലേക്ക് കയറിയിട്ടുള്ളതാണ്. അത് വി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഒരു പൂവേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഒരുപാട് പേരൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബോഗൺവില്ലയുടെ ഗ്രാഫ്റ്റിങ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക. ബോഗൺവില്ല എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അതെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.